ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മല്ലാത്ത് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആലു പൊറോട്ടയാണ്. ആലു പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ മാവ് കുഴയ്ക്കാനുള്ളത് നോക്കാം. ഗോതമ്പ് മാവ് ഞാൻ ഒരു കപ്പിന് 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പും ആവശ്യത്തിന് വെള്ളവും. ആദ്യം തന്നെ നമുക്ക് മാവ് കുഴയ്ക്കാനുള്ളതിലേക്ക് നോക്കാം. അതിന് മുൻപായിട്ട് തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ അടുത്തുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ കഴിയും. അപ്പം ഇനി നമുക്ക് ഈ മാവ് ഒന്ന് കുഴയ്ക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ ഉപ്പിട്ടിട്ട് മാവ് കുഴയ്ക്കട്ടെ. ആദ്യം തന്നെ നമ്മൾ വേണ്ട ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ ടീസ്പൂണ് 2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ചെറിയൊരു ടീസ്പൂൺ അല്ല, ഇത് ഉപ്പിൻ്റെ സ്പൂണാണ്. ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന്. എന്നിട്ട് ഉപ്പൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ അവിടെ പിടിക്കും ഉപ്പ്. അപ്പം അതുകൊണ്ട് മാവിൽ നല്ല ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് തിരിച്ചായിട്ട് വെള്ളം ഒഴിക്കാം. ആലു പൊറോട്ടയ്ക്ക് വേണ്ട ചപ്പാത്തി മാവ് കുഴച്ച് റെഡിയായി റെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മസാല ഉണ്ടാക്കാൻ നോക്കാം. അതിന് ഞാൻ വലിയ കിഴങ്ങ് ഒരു 3 കിഴങ്ങ് നല്ലപോലെ വേവിച്ച് തൊലി കളഞ്ഞ് നല്ലപോലെ കുഴച്ച് നല്ല വൃത്തിയായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, മുളക് പൊടി, ഒരു സവാള നന്ന വലുതായിട്ടുള്ള സവാള അരിഞ്ഞ് അത് കൊത്തി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, കൊത്തമല്ലി ഇല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കറി മസാലപ്പൊടി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഒരു 3 പച്ചമുളകും പച്ചമുളകും ഇഞ്ചിയും വന്നിട്ട് ആവശ്യ ടേസ്റ്റിനനുസരിച്ച് ഞാനൊരു 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ വന്നിട്ട് ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു ലെമണിൻ്റെ ഒരു അരപ്പകുതി നമ്മളതിൽ പിഴിഞ്ഞൊഴിക്കുക ലാസ്റ്റ് ഇറക്കാൻ നേരത്ത്. ഇനിയിപ്പം ഞാൻ മസാല റെഡിയാക്കാൻ നോക്കാം. ചീഞ്ചട്ടി വയ്ക്കാം, അടുപ്പ് വെച്ചിട്ട്. ആദ്യം തന്നെ എണ്ണ ഒരു 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞ് വെച്ചത് ഒരു സവാള അരിഞ്ഞ് വെച്ചത് ഞാൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇഞ്ചി, പച്ചമുളക്, നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വേഗം ഒന്ന് ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. നോക്കിയിട്ട് മസാലയിൽ ഉപ്പിട്ടാൽ മതി. ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ വേഗം ബ്രൗൺ ആവും. ഒരുവിധം ബ്രൗൺ ആയിട്ടുണ്ട്. പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം.
1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കറി മസാലപ്പൊടി, ടേസ്റ്റിന് ചിലവർക്ക് ജീരകത്തിൻ്റെ പൊടി ഇഷ്ടപ്പെടില്ല, പക്ഷെ ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇടുന്നുണ്ട്. ജീരകപ്പൊടി, തനിച്ചുള്ള മുളക് പൊടി വലിയ ടീസ്പൂൺ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം കരിയാതെ മസാല. ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കിഴങ്ങിടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട്. മസാല കൊണ്ട് നല്ലതുപോലെ വേണ സമയത്ത് നല്ലപോലെ ഇതാകുമ്പോൾ നമുക്ക് കിഴങ്ങിട്ട് കൊടുക്കാം. കിഴങ്ങ് നല്ലപോലെ ഇറക്കി വെച്ചിട്ടുള്ള കിഴങ്ങാണ്. നല്ലപോലെ ഒന്ന് ഈ മസാലയുടെ കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഇതായിട്ടുണ്ട്. ആ മസാല ഇതിൻ്റെ കൂടെ നല്ലപോലെ പിടിച്ചിട്ട് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ആ ഉള്ളിയുടെ വെള്ളം അത് ഈ കിഴങ്ങിൻ്റെ കൂടെ നിന്ന് നല്ലപോലെ ഡ്രൈ ആവണം. അപ്പം അതുകൊണ്ട് ഇതാ ചീഞ്ചട്ടിയിൽ ഒട്ടാതെയാണ് നമുക്ക് കിട്ടുന്നത്. അല്ല, ഇങ്ങനെ ആവണം. അപ്പോഴേ നമുക്ക് ആ ഉരുള ഉരുട്ടിയിട്ട് ചപ്പാത്തിയുടെ കൂടെ വെച്ചിട്ട് ചപ്പാത്തി മാവിൽ വെച്ച് പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് കൊത്തമല്ലി ഇല ഇട്ട് കൊടുക്കാം. കൊത്തമല്ലി ഇല ഇട്ട് കൊടുത്തിട്ട് കൊത്തമല്ലി ഇല ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് കൊത്തമല്ലി ഇലയാണ് അതിൽ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, അവർക്കിത് മെയിൻ പ്രധാനമാണിത്. ഞാൻ നല്ലപോലെ ഇതിൻ്റെ കൂടെ ഞാൻ ലെമൺ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഒരു പുളിരസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഉണക്കമാങ്ങേൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി, പക്ഷേ എൻ്റെ അടുത്ത് ഇതില്ല. അതുകൊണ്ട് ഞാൻ ലെമണാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതങ്ങോട്ട് ഒഴിച്ച് കൊടുത്താൽ ഒരു പുളിപ്പ് രസം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നല്ലപോലെ ഇനി അതൊന്ന് ഇളക്കിയിട്ട് റെഡിയാക്കാം നമുക്ക്. നമ്മൾ സോഫ്റ്റായിട്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഒരുപാട് നേരം വെക്കാൻ പറ്റില്ല. ഇത് ആറിയ ഉടനെ നമുക്ക് ഉരുളകളാക്കിയിട്ട് ചപ്പാത്തിയുടെ കൂടെ മാവിൻ്റെ കൂടെ ഇത് പരത്തിയെടുക്കാം. ഒന്ന് ആറണം, എന്നാലേ ഉരുളയാക്കാൻ പറ്റുള്ളൂ. അതിന് മുൻപായിട്ട് ഞാനിപ്പോൾ ചപ്പാത്തി അരമണിക്കൂർ ചപ്പാത്തി മാവ് റെസ്റ്റ് വെച്ച് അതൊക്കെ ഉരുളകളാക്കിയിട്ട് റെഡിയാക്കി വെക്കുമ്പോഴേക്കും ഇത് ആറി കിട്ടും. അത് വേഗം റെഡിയാവും. ഇത് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഇതിപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ. റെസിപ്പിയാക്കി ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ റെഡിയാക്കുന്നത്. അതിപ്പോൾ ഞാൻ ആദ്യം പറയാൻ മറന്നു. അതാണ് ഞാനിപ്പോൾ ഈവനിങ്ങിനെക്കാട്ടിൽ രാവിലെയാണ് ഇത് ബെറ്ററായിട്ടുണ്ടാവുക. കുട്ടികൾക്ക് ടിഫൻ വേണമെങ്കിൽ സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും, നന്നായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിനും ഒരു ഈസി ആയിരിക്കും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. വേറെ ഒരു ഇതും ഉണ്ടാക്കുകയും വേണ്ട, ചട്നി ആവട്ടെ ഒന്നും വേണ്ട. കുറച്ച് തൈരും ഉണ്ടെങ്കിൽ ഒരു കഷ്ണം സവാളയും ലെമണും ഉണ്ടെങ്കിൽ നല്ലപോലെ കൂട്ടി കഴിക്കാൻ എളുപ്പമാവും നമുക്ക്. അല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കണം, സാമ്പാർ ഉണ്ടാക്കണം, ചപ്പാത്തിക്കാണെങ്കിൽ കുറുമ ഉണ്ടാക്കണം, ഇതൊന്നും ആവശ്യമില്ല. ഇത് ഇങ്ങോട്ട് മസാല ഉണ്ടാക്കി അങ്ങോട്ട് പരത്തിയാൽ മതി, പണി കഴിഞ്ഞു. അതിനുള്ള ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം ഞാൻ ചപ്പാത്തി മാവ് നല്ലപോലെ എടുത്ത് റൗണ്ടാക്കി ചപ്പാത്തിയെക്കാട്ടിലും വലിയ ഉരുളകളായിട്ട് കുഴച്ച് മാവിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 ഇതായിട്ട് വെച്ചിട്ടിട്ട് ഇനി നമുക്കിത് പരത്താൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് മാവിൽ ഡിപ്പ് ചെയ്തിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് ഫസ്റ്റ് ഒരു സർക്കിളാക്കിയിട്ട് പരത്താം. എന്നിട്ട് ആ നടുക്ക് ഒരുപാട് ഇതാവരുത്, കുറച്ച് കട്ടി വേണം, അത്ര മതി. ഇനി നമ്മളിതിൽ മസാല ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട്
എല്ലാ മൂലയും ഇങ്ങനെ പിടിച്ചിട്ട് നല്ലപോലെ വേണ്ടെങ്കിൽ എടുക്കാം. എടുത്തിട്ട് നമ്മൾ ഈ മാവിൽ നല്ല ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ച് സൂക്ഷിച്ച് പരത്തണം എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചൊക്കെ കിഴങ്ങ് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത്ര മതി. ഒരുപാട് ഇളകിയാൽ കിഴങ്ങ് വരുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയ്ക്ക് പരത്തി കൊടുത്തു നല്ല നീറ്റായിട്ട്. കിഴങ്ങ് കണ്ടാലും കുഴപ്പമില്ല. ഇനി ഞാൻ ദോശക്കല്ല് വെച്ചിട്ട്, കുറച്ച് കട്ടിയുള്ള കല്ലാണിത്, ചപ്പാത്തി കല്ലാണ്. നല്ല ഒന്ന് വെന്ത് ഒന്ന് ഒരു കുമിള വരുന്ന മാതിരി ഉണ്ടാവും. അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നോക്കിയിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ലൈറ്റായിട്ട് തടവി കൊടുക്കാം. എന്നുവെച്ചാൽ ഞാൻ ചുവട് കട്ടിയുള്ള ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നോൺ സ്റ്റിക്ക് അല്ല. ഇത് ഞാൻ ചപ്പാത്തിക്കൊക്കെ യൂസ് ചെയ്യുന്ന കല്ലാണ്. അപ്പം അതാണാകുമ്പോൾ എളുപ്പം കരിയൂല. മറ്റേതാകുമ്പോൾ വേഗം കരിയും. അപ്പം അത് കാരണം അതാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പൊട്ടണമില്ല, നന്നായിട്ട് കിട്ടുന്നുമുണ്ട്. അത് നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. നമുക്ക് പൊട്ടണമില്ല. അത് കണ്ടില്ലേ, കുറച്ച് ലൈറ്റായിട്ട് ഞാൻ എണ്ണ തടവിക്കുള്ളൂ. അപ്പം എല്ലാവിടെയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ രാവിലെ ഈസി ആയിട്ട് ഇത് ചെയ്യുന്ന റെസിപ്പിയാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് എനിക്ക് കമൻസ് അറിയിക്കൂ. ഇനി അടുത്തൊരു റെസിപ്പിയുമായി നിങ്ങളെ കാണാം. താങ്ക്